നമ്മുടെ സൂപ്പർമാൻ, വണ്ടർ വുമൺ, മാർഷ്യൻ മാൻഹണ്ടർ ഇതേപോലെയൊക്കെയുള്ള ഹീറോസ് ഈവിളായി മാറിക്കഴിഞ്ഞാൽ, ഐ മീൻ ഇവരെ എതിർക്കേണ്ട ഒരു ഘട്ടത്തിൽ കഴിഞ്ഞാൽ അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റ്മാന് ഓരോരോ പ്ലാൻസ് ഉണ്ടാവും. ഇപ്പോൾ സൂപ്പർമാനെ എതിർക്കാനാണെങ്കിൽ ക്രിപ്റ്റനായിട്ട് അതേപോലുള്ള ഒരുപാട് വെപ്പൺസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ബാറ്റ്മാൻ പുള്ളിയുടെ കണ്ടൻസി പ്ലാനായിട്ട് കരുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ സൂപ്പർമാൻ ഇൻജസ്റ്റ് സൂപ്പർമാനായി മാറും. ഐ മീൻ എല്ലാവരും കൊല്ലുന്ന ഒരു ബ്രൂട്ടൽ സൂപ്പർമാനായി മാറും. ആ ടൈമിൽ ബാറ്റ്മാൻ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ബാറ്റ്മാൻ്റെ മകനായിട്ടുള്ള ഡാമിയൻ വെയിൻ പുള്ളീനെ എതിർക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ ഇൻജസ്റ്റിസ് സൂപ്പർമാനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്റ്മാൻ്റെ കൂടെ ആ ഇൻജസ്റ്റിസ് സൂപ്പർമാനെ എതിർക്കുന്ന ടീംസിനെയൊക്കെ അവരുടെ ആ ബാറ്റ് കേവിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഈ ബാറ്റ്മാൻ ഈ സൂപ്പർമാനെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കാണും. അപ്പോഴാണ് അവിടുന്ന് നമ്മുടെ ഗ്രീൻ ആരോനെ പോലുള്ള ഹീറോസൊക്കെ മനസ്സിലാക്കുന്നത്, അതായത് ബാറ്റ്മാൻ എല്ലാ ഹീറോസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാൻ കരുതിയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഡേമിയൻ്റെ അടുത്ത് ഗ്രീൻ ആരോ ഒരു കാര്യം ചോദിക്കുന്നത്, അതായത് നിൻ്റെ അച്ഛൻ എന്നെ എതിർക്കാൻ, ഞാൻ ഈവിലായി മാറിക്കഴിഞ്ഞാൽ എതിർക്കാൻ വേണ്ടി എന്ത് പ്ലാനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഡാമിയൻ പറയുന്നത്, നിന്നെ എതിർക്കാൻ വേണ്ടി അച്ഛന് ഒരു പ്ലാനും ഇല്ല, അതാണ് പുള്ളിയുടെ പ്ലാൻ എന്ന് പറയുകയാണ്. ഐ മീൻ പുള്ളിനെ ഒരു ത്രെട്ടായിട്ട് പോലും ബാറ്റ്മാൻ കണ്ടിട്ടില്ല.